വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഇനി വെള്ളാപ്പള്ളി. ചില മാധ്യമങ്ങളും അതിൽ പറഞ്ഞതും പറയാത്തതുമായ ചില എരിവും പുളിയും ഒക്കെ ചേർത്ത് വളരെ സമർത്ഥമായി ചാനലിലെല്ലാം ചർച്ചകൾ വന്നു. ഞാൻ കേട്ടു. നിങ്ങളതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിശദമായി മനസ്സിലാക്കണം. മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സെറ്റിലേഴ്സ് ഏറെയുള്ള, അവിടെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളെന്ന് ഞാൻ പറയുന്നില്ല, ഹിന്ദുക്കളും മുസ്ലിം തമ്മിൽ നോക്കിയാൽ ഏതാണ്ട് സമാസമം ഉള്ളൊരു പ്രദേശമാണ് നിലമ്പൂർ നിയോജകമണ്ഡലം. ആ ക്രിസ്ത്യാനികളോട് ചേർന്നാൽ, ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഇപ്പോഴാണ് ഭൂരിപക്ഷം. എന്തും ആട്ടെ, ഞാൻ അവിടെ ചെന്നു. അവിടെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നി നിൽക്കുന്നൊരു പ്രദേശം. ആ പ്രദേശത്ത് ഈഴവ സമുദായത്തിന് ആ ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന കസേരയിലിരിക്കുന്ന എൻ്റെ സമുദായത്തിൻ്റെ വികാരവും വിചാരവും പ്രയാസവും ദുഃഖവും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ദുഃഖം പറയാൻ തുടങ്ങി എത്ര നാളായി. പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുമായിട്ട് കെട്ടിപ്പിടിച്ച് സഹോദരന്മാരെ കൂട്ട് പാർലമെൻ്ററി മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച്, അങ്ങനെ എവിടെയെല്ലാം പറ്റുന്നു അവിടെയെല്ലാം മാർച്ചുകളെല്ലാം നടത്തി ഞങ്ങളെല്ലാം വളരെ സൗഹാർദ്ദത്തോടു കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എന്താ ചെയ്തത്? നമ്മൾ ഭരണത്തിൽ വന്നാൽ പിന്നോക്ക സമുദായ മുന്നണി, സംവരണ സമുദായ മുന്നണി, നമ്മളെല്ലാം ഭരണത്തിൽ വന്നാൽ, അന്ന് ഇവരും ഉൾപ്പെടെയുള്ളവരാണ്, വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള കുറവുകൾ പരിഹരിച്ച് തന്നിരിക്കുന്നവരെല്ലാം ഒച്ചത്തിൽ പറഞ്ഞാണ്. അതിനു വേണ്ടിയിട്ട് എത്രയോ ലക്ഷം രൂപ എന്നെ കൊണ്ട് മുടക്കിച്ചു ഈ സമ്മേളനങ്ങളെല്ലാം. ഇതെല്ലാം കഴിഞ്ഞു ഭരണത്തിൽ വന്നു. എന്നിട്ട് ഞാനിവിടെ എല്ലാം പുറകണം. എന്തിന് ഭരണം ഇറങ്ങിപ്പോകുന്ന സമയം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം UDF. എന്നിട്ട് പോലും മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു അൺഎയ്ഡഡ് കോളേജുണ്ട്, അതെങ്കിലും ഒന്ന് എയ്ഡഡ് ആക്കിതാ, തന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈഴവ സമുദായത്തിന് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു സ്കൂളോ കോളേജോ ഒറ്റെണ്ണം പോലും ആ ജില്ലയിലില്ല. അതേസമയത്ത് മറ്റുള്ള സമുദായത്തിന് എത്ര ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കൂ. മുസ്ലിം സമുദായത്തിന് എയ്ഡഡ് കോളേജ് തന്നെ 11 ഉണ്ട്. ആ സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ആ MESനുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആ മുസ്ലിം ലീഗിലെ ചില സമുദായക്കാർക്കാണ് ഇവിടെ കയ്യിലാണ്. പറഞ്ഞാൽ ലീഗിൻ്റെ നേതാക്കന്മാർ, പ്രമുഖരായ നേതാക്കന്മാരാണ് അതിൻ്റെ ഉടമസ്ഥർ. അതിൽ സാധാരണക്കാർക്കോ മുസ്ലിമിനെ പ്രതിനിധീകരിക്കുന്ന വിദ്യാഭ്യാസ ഏജൻസിയായ MESനും അല്ല, അവർക്കൊന്നോ രണ്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ മുസ്ലിം ലീഗിലെ പ്രമുഖന്മാരായ സമ്പന്നന്മാർക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതോടൊപ്പം മറ്റൊന്ന് ആലോചിക്കണം. ഒരു എയ്ഡഡ് കോളേജ് തുടങ്ങണമെങ്കിൽ 5 ഏക്കർ വേണം. ആ 5 ഏക്കർ സമ്പാദിച്ചുകൊണ്ടാണ് അവർ 11 ഏക്കർ എയ്ഡഡ് കോളേജ് ഉണ്ട്. എങ്കിൽ അറബിക് കോളേജുണ്ട് 6 ഈ അറബിക് കോളേജ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അറബി പഠിപ്പിക്കാനല്ല. അറബി അല്ല അവിടെ പഠിപ്പിക്കുന്നത്, അറബിയും പഠിപ്പിക്കുന്നുണ്ട്. അത് എയ്ഡഡാണ്. അതിന് 2.5 ഏക്കർ മതി. 2.5 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അറബിക് കോളേജായി. അറബിക് കോളേജ് എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ UGCയുടെ സാലറിയോടുകൂടി അവിടെ അധ്യാപകരെ നിയമിച്ച് സർക്കാരിന് ശമ്പളം കൊടുക്കുകയാണ്. അപ്പോൾ ഫലത്തിൽ എത്രയായി? 11, 6, 17 എയ്ഡഡ് കോളേജുകൾ അവർക്ക് അവിടെ ഉണ്ട്. അറബിക് കോളേജിലും കോമേഴ്സും ഒക്കെ ഉണ്ട്. ഒരു തർക്കമില്ല. അതിനുള്ള നിയമവും ചട്ടവും സ്വാധീനവും രാഷ്ട്രീയത്തിൽ അവർ നേടിയെടുത്തവരുണ്ടാക്കി, നല്ലത് തന്നെ. ഇതെല്ലാം നടമ്പോഴും നമ്മളെല്ലാം ഒന്നാണ്, പിന്നോക്കമാണ്, സംവരണമാണ്, മുന്നണിപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട്
ഇറങ്ങുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് ചോദിച്ചിട്ട് ആ അണ്ണയുടെ കോളേജ് പെരിന്തൽമണ്ണ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അതൊന്ന് എഴുതാക്കിയെന്താ എന്നിട്ട് പോലും തരാതെ ലീഗിലെ നേതാക്കന്മാർ ഒന്നിലധികം കോളേജിൽ ലാസ്റ്റ് ഇറങ്ങിപ്പോകുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇറങ്ങിപ്പോൾ പോലും ഒപ്പിട്ടെടുത്തപ്പോഴും എൻ്റെ സമുദായത്തിന് എന്ത് കിട്ടി? ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ SNDP യോഗമല്ലേ ശക്തമായ നേതൃത്വം. അതുകൂടാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കോഴിക്കോട് സിൻഡിക്കേറ്റ് മെമ്പർ റഹീമുണ്ട്. ഈ ലീഗുകാരും വോട്ട് കൊടുത്തില്ലല്ലോ. ഈ റഹീമിനെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് സിൻഡിക്കേറ്റ് മെമ്പർ ആക്കിയ ആരാണ്? നമ്മൾ 12ഓളം വോട്ട് ഈഴവൻ്റെ വോട്ട് കൊടുത്തത് റഹീമിനാണ്. ആ റഹീം ഇന്നും കോഴിക്കോട്ടുണ്ട്. തിരക്കെട്ടുക. ഈ ലീഗ് അവർക്ക് ഒറ്റ വോട്ട് കൊടുത്തോ? മറ്റു പലരും കൊടുത്തു. നമ്മൾ കൊടുത്ത് സൃഷ്ടിച്ചതാണ് റഹീം സിൻഡിക്കേറ്റ് മെമ്പർ. നമ്മുടെ ജാതിയിൽ ആളില്ലാഞ്ഞിട്ടാണോ? ആ റഹീമിനെ സിൻഡിക്കേറ്റ് ആക്കില്ലേ? നമുക്ക് മതവിദ്വേഷം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ വോട്ട് വേറെ നമ്മുടെ സമുദായത്തിൽ കൊടുത്ത സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടാക്കാമായിരുന്നല്ലോ. വേണ്ട, റഹീം. ഇവിടെ നിങ്ങളുടെ നാട്ടിൽ അടുത്ത റഹീമാണ്. SN ട്രസ്റ്റിൻ്റെ ഓഡിറ്റർ ആരാണ്? 10-30 കൊല്ലമായിട്ട് റഹീം അസോസിയേറ്റാണ്. അദ്ദേഹം ആരാണ്? MESൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഈ ജില്ല. നമ്മൾ ആരും മാറ്റിയിട്ടില്ലല്ലോ. ഇന്നും അനുശീലനം തുടങ്ങുകയല്ലേ. അപ്പോൾ ഒരു മുസ്ലിം വിരോധിയാണെന്ന് എന്നോട്ടാണ് എന്നെ പറ്റി പറയാൻ തുടങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവർ എന്നെയും കൊണ്ട് നടന്നു, ഞങ്ങൾ ബായി ആയിട്ട് നടന്നു. പക്ഷെ അവസാനം വഞ്ചിക്കപ്പെട്ടപ്പോൾ ഞാൻ അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞ ശേഷമാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ വിളിച്ചതല്ലേ. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, വേളാപ്പള്ളി വരണം, ഞങ്ങളുടെ കൂടെ തെറ്റുകൾ തിരുത്തി ഇങ്ങോട്ട് പോകാം. ഇപ്പം ചിലപ്പോൾ നിശ്ചയിച്ചേക്കാം. എൻ്റെ പല ഉന്നത നേതാക്കന്മാരില്ലേ ഇല്ലേ, ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് വരുന്നില്ല. കാരണം ഞങ്ങളുടെ സമുദായത്തിൻ്റെ അനുഭവം നിങ്ങളിൽ നിന്ന് ഏറ്റവും മോശമായൊരു അനുഭവം കിട്ടിയത്. മുസ്ലിങ്ങളിൽ ഒരുപാട് നല്ലവരുണ്ട്, പക്ഷെ ലീഗിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ അനുഭവം ഭരണത്തിൻ്റെ പങ്കാളികളാമെന്നും ഇരുന്നുകൊണ്ട് അവിടെ കയറി ഭരണത്തിൽ കിട്ടിയ ശേഷം നിങ്ങൾ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അവഹേളിച്ചു. ഞങ്ങൾക്ക് ഒരു നീതി സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ സമുദായ നീതി ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ 56% മുസ്ലിമുള്ളൂ. ഒരു ചാനൽ കയറി പറയുന്നത് 76 ഉണ്ടാവും. ഈ രാജാവിനെയൊക്കെ വലിയ രാജഭക്തി അഭിനയിക്കുന്ന ചില ചാനലുകളുണ്ട്. എന്ത് കള്ളത്തരമാണ് പറയുന്നറിയാവോ ചാനൽ? കാരണം പരസ്യം കിട്ടാൻ വേണ്ടിയുണ്ട്. ആയിക്കോട്ടെ, അതിന് ഞാൻ ഈ പാമ്പ് പിടിച്ച് ഈ സമുദായത്തെ നശിപ്പിച്ചിട്ട് വേണം. 56% നിങ്ങളൊന്ന് ആലോചിക്കണം. അവിടെ അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ, തിരുവണ്ണാമല, തവന്നൂർ, നിലമ്പൂർ, തിരുനാവായ, ഇങ്ങനെ ഏതെല്ലാം 5ഓളം, 4 മഹാഭൂരിപക്ഷ ഹിന്ദുക്കളാണ്. നിലമ്പൂർ മാത്രമാണ് സമാസമം. ഇതാണ് മലപ്പുറം. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു രാജ്യമെന്ന് പറയാൻ സാധിക്കില്ല. അത് മുസ്ലിങ്ങൾ ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ലേ ഓരോരുത്തരും. ചാനലും അങ്ങനെ പറയല്ലേ 76% ഉണ്ടെന്ന്. പച്ചക്കള്ളല്ലേ പറയുന്നത്. 56% മുസ്ലിങ്ങൾ പോലും അവകാശപ്പെടുന്നില്ല 56% ഉണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ എങ്ങും നിങ്ങളൊന്ന് ആലോചിക്കണം. സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ് വാഹനമെടുത്ത 4 വട്ടം മതേതരത്വം പ്രത്യേകിക്കുന്ന ലീഗുകാർ ഈ സമുദായവും പിന്നോക്ക സമുദായത്തിനെയും കൊണ്ടു നടന്നിട്ട് എത്ര കൊല്ലം കൊണ്ടു നടന്നു ഞങ്ങൾ. എത്രയോ ലക്ഷം രൂപ പാർലമെൻറ്റ് മാർച്ച് വരെ ഉൾപ്പെടെയുള്ളത് ചെയ്ത്, എന്നിട്ട് അവസാനം വഞ്ചിക്കപ്പെട്ടില്ലേ? വേണ്ട, നിങ്ങളവിടെ മനസ്സിലാക്കുക. അവർ വിളിച്ചപ്പോൾ പോകാതെ എന്നപ്പോൾ തൊട്ടല്ലേ എന്നെ എതിർക്കാൻ തുടങ്ങിയത്. ഇവരല്ലേ യഥാർത്ഥ വർഗീയവാദി? ഇവരല്ലേ? ഇവർ മതേതരത്വം പറയുന്നെങ്കിലും ഇവിടെ മതത്തിന് അധിഷ്ഠമല്ലേ? ഇവർക്കെതിരായി പറയണ മുസ്ലിംകാരെ പോലും ഇവർ വെച്ചേക്കുമോ? അവരെ എല്ലാം തകർത്തുകയും കൊല്ലുകയും ചെയ്ത ചരിത്രങ്ങളില്ലേ ഇവരുടെ കയ്യിൽ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. ശ്രീനാരായണ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ
ഗുരുദേവന് പടം പോലും കാണാത്ത ഒരാളെ മലപ്പുറത്ത് നിന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ അത് ശരിയായില്ല. അത് ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത്. കൊല്ലം SNDP യോഗത്തിൻ്റെ ആസ്ഥാനം, SN ട്രസ്റ്റിൻ്റെ ആസ്ഥാനം, ഏറെ ഉള്ള ആ പ്രദേശത്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ എന്നെ ആദ്യ നിർത്ത ആരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ്. LDFൻ്റെ അല്ല UDFൻ്റെ കുഞ്ഞാലിക്കുട്ടി. ചന്ദ്രി എഡിറ്റോറിയൽ എഴുതില്ലേ? അപ്പോൾ അവരുടെ പ്രശ്നം വരുമ്പോൾ അവരെല്ലാം തന്നെ ഒന്നായി എന്നെ എതിർക്കുകയാണ്. അപ്പോൾ മതേതരവാദികളാണ് അവർ. ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചുകൂടുകയാണ് അവർ. എന്നിട്ട് എന്നെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ വർഗീയത പുലർത്തുന്നു. ഈ വർഗീയത ഇവിടെ പുലർത്തുന്നു പറഞ്ഞിരിപ്പിക്കുന്നത് ആരാ? നിങ്ങൾ ആലോചിച്ച് നോക്കും. അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മലപ്പുറത്ത് ഇത്തരം ആളുകൾ 56% ബാക്കിയുള്ളവർ ഹിന്ദുക്കളൊക്കെ അവിടെ ഇല്ലേ? എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ? എത്ര ഈഴവരുണ്ട് അവിടെ? ഒരു പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തിൽ എന്ത് ഇത്തരവും 56% ഇല്ലല്ലോ. ബാക്കി 54%, 44% ഹിന്ദുക്കളുണ്ടല്ല. ഒരു ഹിന്ദുവിനെങ്കിലും ഇവർ ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനെ നാളെ വരെ നിർത്തിയിട്ടുണ്ട്. ഇത് കബളിപ്പിക്കുകയല്ലേ? പിന്നെ നിങ്ങൾ നടത്താമെന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ഞാൻ ആരുടെ പേരും പറഞ്ഞില്ല. ഇവിടെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഇവിടെ 9 പേരെ നോമിനേറ്റ് ചെയ്തു പാർലമെന്റിലേക്ക്. നോമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ 7 പേര് ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുടുവാളുമായിട്ട് ഇറങ്ങിയാരാണ്? ലീഗുകാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ന്യൂനപക്ഷങ്ങൾക്ക് 7 കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗങ്ങളും റാവുത്തർ വരെ സംഘടന വരെ ഇറങ്ങിയിരിക്കുകയാണ്. നവോത്ഥാന സംരക്ഷണ മൂല്യ സംരക്ഷണ ഞാൻ രാജിവെക്കണം. ഇതാരും അല്ലല്ല എന്നെ കൊണ്ട് അവിടെ ഇരുത്തിയത്. പിണറായി വിജയൻ പറഞ്ഞിട്ടായിരിക്കണേ ഞാൻ. അദ്ദേഹം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോകും. അവരെല്ലാം ഞാൻ രാജിവെക്കുന്നു, ഞാൻ രാജിവെക്കണമെന്ന് പറയാൻ ഇവരെല്ലാം എന്നെ അവിടെ കൊണ്ടിരുത്തിയത്. അപ്പോൾ അതിനെല്ലാം അവർ ഒന്നായി നിന്നു. കാരണം 5 MLA MP ആരാണ്? ഒറ്റ സമുദായം, 2 ക്രിസ്ത്യാനി, 5 മുസ്ലിം. അവിടെ പോലും മതേതരം പറയുന്ന ഇവർക്ക് ഒരു ഹിന്ദുവായ അല്ലെങ്കിൽ ഈ പിന്നോക്കക്കാരനെ ഒരാളെ പോലും പറയാൻ ഇവർക്ക് ആർക്കും ഈ ന്യൂനപക്ഷങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അതാണ് രണ്ടാമത്തെ ഒരു ആക്രമണം. മൂന്നാമത്തതാണ് ഈ പ്രതി. ഒന്നല്ല, ഇപ്പം എൻ്റെ നേരെ ആക്രമിക്കുന്നത് മൂന്നാമത്തതാണ്. ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഞാനവർ പറഞ്ഞു കേട്ടില്ല. അവരുടെ കൂടെ ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യവാളനാണ്, മതേതരവാദിയാണ്, മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞ് എന്നെ കൊണ്ടു നടന്നില്ല അങ്ങനെ ഒരുപാട് നാൾ. ഈ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് എതിർക്കുന്നത്? ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിരോധം പറഞ്ഞത്? ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറയുന്നത് സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ. എന്നിട്ട് ഓരോ ചാനലുകാരും അവരെല്ലാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചാനലിൽ നിന്ന് ഞാൻ രാവിലെ കണ്ടതാണ്. അവർക്കിഷ്ടപ്പെട്ട എന്നെ എതിർക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളെ മാത്രം കണ്ടുകൊണ്ട് അവർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ ചീത്ത പറയിപ്പിക്കുന്നു. എന്നാൽ ബാലൻസ് ചെയ്തെങ്കിലും പറയിപ്പിക്കണ്ടേ? മുസ്ലിങ്ങളോട് തന്നെ ചോദിച്ചു, എന്നോട് വിരോധമുള്ള അവരോട് തന്നെ ചോദിച്ച് എൻ്റെ പേര് കേസെടുക്കാൻ ഞാൻ എന്നെ മുന്നാക്കിയിട്ടാണ്. ഞാനൊരു സമുദായത്തിനെ എതിർത്തില്ല, മുസ്ലിമിനെ ഞാൻ എതിർത്തില്ല, അവരോടൊരു വിദ്വേഷം പറഞ്ഞില്ല. ഒരു വിദ്വേഷം ഒരു സമുദായത്തോടും പറയാതെ മലപ്പുറം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സമുദായത്തിന് സംസ്ഥാനമാക്കി വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ അതൊന്ന് ആലോചിച്ച് പോകും. അവിടെ നമ്മുടെ ആളുകൾക്ക് ഒരു ശ്മശാനമേ വെട്ടിച്ചൂടാൻ പോലുള്ള അവസ്ഥയില്ല. നിങ്ങൾക്കറിയാമോ? അടിമകളാണ് അവിടെ നമ്മൾ. എന്തുകൊണ്ട് നമുക്ക് ഉടമകളാകാൻ സാധിക്കുന്നില്ല? കാരണം നമ്മുടെ തന്നെ കുറവാണെന്ന് ഞാൻ അവിടെ പറഞ്ഞു. മറ്റുള്ളവർ ഒന്നായി നിൽക്കുന്നു, അവരൊന്നായി നിന്ന് നന്നായി. നമുക്കെന്തുകൊണ്ട് ഒന്നായി കൂടാ എന്ന് പറഞ്ഞാൽ വർഗീയതയാണത്. അവിടെയെല്ലാം ലീഗ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ മഹാഭൂരിപക്ഷമുള്ള ഇപ്പുറയുള്ള ആളുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നില്ല, ഛിന്ന ഭിന്നമായി നിൽക്കുന്നു. ഛിന്ന ഭിന്നമാക്കുവാൻ നമ്മളെല്ലേ സാധിക്കൂ? വേറെ എവിടെയെങ്കിലും സാധിക്കുമോ? ഇതെല്ലാം ഞാൻ തുറന്നു പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണോ?
ഞാൻ സാമൂഹ്യ നീതിക്ക് വേണ്ടി പറയുന്ന വാക്കുകളല്ലാതെ ഞാൻ ഒരു മുസ്ലിം വിരോധിയിൽ എന്നെ മുസ്ലിം വിരോധിയാക്കി ആണിയടിക്കുക. എന്തിന്? എൻ്റെ കോലം കത്തിച്ചു. അവർ വിചാരിച്ച എന്നെ പോലും കത്തിക്കാൻ സാധിക്കും, കത്തിച്ചോട്ടെ, ഞാൻ തയ്യാർ. എൻ്റെ കോലം എന്തിനു കത്തിക്കുന്നു? എന്നെ കത്തിയത്. അതുകൊണ്ട് അവർക്ക് ആത്മസംതൃപ്തി അണയാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ, അതിന് ഞാൻ തയ്യാറാണ്. 88 വയസ്സായില്ലേ ഞാൻ. ഇനി എത്ര കാലം ഞാൻ ജീവിക്കുമെന്ന് ആരും ഉറപ്പ് ആർക്കും കൊടുത്തിട്ടില്ല. എപ്പോഴും ഏതിന് ഞാൻ തയ്യാറാണ്. പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു വാക്ക് പോലും പിൻവലിക്കാൻ തയ്യാറല്ല, ആരുമായിട്ടും പ്രകോപിപ്പിക്കാനല്ല. മതസൗഹാർദ്ദമാണ് നമ്മുടെ ലക്ഷ്യം. മതവിദ്വേഷം ഒരിക്കലും ഞങ്ങളുടെ മുദ്രാവാക്യമല്ല, SNDP യോഗത്തിൻ്റെ മുദ്രാവാക്യമല്ല. ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്തിന്, ആ സോദര ചിന്തയിൽ നിന്നുകൊണ്ട് എന്നും SNDP യോഗം പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ആ സോദര ചിന്തയെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മളെല്ലാം സോദര എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് സോദര എന്ന് വിളിക്കുവാനുള്ള ഒരു ശബ്ദം പോലും കേൾക്കാതെ നമുക്കിഷ്ടപ്പെട്ട അവകാശങ്ങൾ കൂടി കവർന്നെടുത്തുകൊണ്ട് നമ്മളെല്ലാം നിരാശരായി അധികാരങ്ങളിൽ നിന്നെല്ലാം ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം മലപ്പുറത്തുണ്ടായാൽ അത് ഞാൻ തുറന്നു പറഞ്ഞ ജാതിയല്ല, നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു യാചനയാണ്, ഒരപേക്ഷയാണ്. ഇത് നിങ്ങൾ കാണണം. അത് നീതി നിഷേധിക്കപ്പെട്ട അവിടുത്തെ സംഘടിത മതശക്തികളായ ലീഗുകാർ, അവരിൽ തന്നെ എത്രയോ നല്ല മുസ്ലിംസ് ഉണ്ട്. ഞാൻ എൻ്റെ പ്രസ്താവന കേട്ട ശേഷം മുസ്ലിമില്ല ചില ആളുകൾ എന്നെ വിളിച്ച്, ചേട്ടനെ ഞങ്ങൾക്കറിയാം, ചേട്ടൻ പറഞ്ഞ വളരെ ശരിയാണ്, പക്ഷെ അത് ശരിയാണെന്ന് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ തല പോകും, എനിക്ക് പറയാനൊക്കത്തില്ല. എത്രയോ നല്ല ആളുകളകത്തുണ്ട് ലീഗിന്, മുസ്ലിങ്ങളിൽ. പക്ഷെ ലീഗിൽ നിന്നൊരു നീതി കിട്ടുന്നുണ്ടോ നമുക്ക്? അവരധികാരത്തിൽ കയറിയിട്ട് നമുക്ക് എന്ത് തന്നു? ഒന്നിച്ചു പോയതല്ലേ. ഇതെല്ലാം തുറന്നു പറയുമ്പോൾ അധികാരം നഷ്ടപ്പെട്ടവർ അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ട് സമുദായത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല, എല്ലാവരുടെയും കൂടെ സാമ്രാജ്യമാണ്. 56% അവരുണ്ട് എന്നുള്ളതിൽ അവർ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ വരുന്ന മറ്റ് 44% അടിച്ചമർത്തിക്കൊണ്ട് എല്ലാം 56% മേധാവിത്വം സൃഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എപ്പോഴും നല്ലതല്ല. അപ്പോഴാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. ജാതി ചിന്ത ഉണ്ടാകുന്നത് എന്താണ്? നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. ഈ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും തുല്യ നീതി ജനസംഖ്യ ആനുപാതികമായി മലപ്പുറത്തായാലും ആലപ്പുഴ ആയാലും കൊടുക്കണം. ഇവിടെ തന്നെ കണ്ടില്ലേ, ഒരു MLA മുസ്ലിമല്ലേ? ആലപ്പുഴ മഹാഭൂരിപക്ഷം ഈഴവർക്കുള്ള ഇവിടെ ഒരു MP മുസ്ലിം ആയിരുന്നില്ലേ? നമുക്ക് ആർക്കെങ്കിലും അതിന് എതിർപ്പ് വന്നിട്ടുണ്ടോ? നമ്മൾ അതിന് എതിർത്തുവെല്ലാം പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ സംസ്കാരം മലപ്പുറത്ത് മുസ്ലിംസ്ക്ക് സ്വീകരിച്ചൂടാ? ഈ പറഞ്ഞ SNDPക്കാർക്ക് എന്തുമാത്രം SNDPക്കാരവിടെ ഉണ്ട്, ഈഴവരവിടെ ഉണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ 10 കൊടുത്തുകൂടെ? അപ്പോൾ മഹാഭൂരിപക്ഷമുള്ള 5 നിയോജകമണ്ഡലം ഹിന്ദു ഭൂരിപക്ഷമുള്ളതുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയിലെങ്കിലും ലീഗ് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനെ നിർത്തിക്കൂടെ? ഇതൊക്കെ പറയുമ്പോൾ മതവിദ്വേഷത്തിന്, മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണ്. എന്നും നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ്, ജാതിയുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ ജാതി ചിന്ത ഉണ്ടാകും. ആ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് നമ്മളെല്ലാം എല്ലാവർക്കും തുല്യനീതി, മതേതരത്വം വാക്കിലിങ്ങനെ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. ലീഗ് എന്ന് പറയുന്നത് ഒരു മതപാർട്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടിക്കാരെയും കൂടി ഇന്നലെ വരെ മത പാർട്ടി എന്ന് പറഞ്ഞതുവരെ പാർട്ടിയെ കൂടി ഇന്ന് ഒരു മതേതര പാർട്ടിയാണെന്ന് എന്ന് കൊണ്ട് വിളിപ്പിക്കാൻ അവരെ സാധിച്ചു എന്നുള്ളത് അവരുടെ ശക്തിയാണ്. ഇന്നലെ എത്രയോ പറഞ്ഞ ആളുകളുണ്ട് ഇതൊരു മതപ്പാർട്ടിയാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിം കൂട്ടായ്മ എന്നാണ്. ആ കൂട്ടായ്മ നല്ല തന്നെ, അവരുടെ കാര്യത്തിൽ അവർ ഒന്നായി എങ്കിൽ അവർ നന്നാവും. പക്ഷെ അത് മുസ്ലിങ്ങളുടെ കൂട്ടായ്മയാണ്. അതിനകത്ത് മതേതരം ഇല്ല. മതേതരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു MLA അവർ നിർത്തട്ടെ, ഒരു MP അവർ നിർത്തട്ടെ, ഒരു 10 പഞ്ചായത്ത് മെമ്പർമാരെ നിർത്തട്ടെ. ഇതൊന്നും കാണുന്നില്ല. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ വർഗീയവാദിയും അവരെല്ലാം മിതവാദികളുമാണെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ഞാൻ ഒരിക്കലും ഒരു മതവിദ്വേഷമില്ല,
ഒരു മതത്തോടൊന്നുമില്ലോ. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അവരാരും ചാടിക്കൊത്താൻ വന്നിട്ടില്ലല്ലോ. ഇവിടെ പിന്നോക്ക സമുദായം ഞങ്ങൾക്ക് തരാതിരുന്നപ്പോഴും പിന്നെ ഇവിടെ PJ ജോസഫിൻ്റെ അധികാരത്തിലിരുന്നപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യാനി സമൂഹം മത്സ്യങ്ങളിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഒരു ക്രിസ്ത്യാനിയും ചാടിക്കടിക്കാൻ വന്നിട്ടില്ല. ഇവർ മാത്രം എന്താ ഇങ്ങനെ വരണത്? ശരിയല്ല, കാണിക്കുന്നത് ശരിയല്ല. ഇവിടെയെല്ലാം മതസൗഹാർദ്ദമാണ് വേണ്ടത്, മതവിദ്വേഷമില്ല. അതെല്ലാം ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി പറഞ്ഞ് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമവും അതിൽ ചില മീഡിയകൾ അത് ഊതി വീർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഗോപാലനെ രക്ഷിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗോപാലൻ്റെ വിഷയം കൊണ്ടുവരുന്നതിന് പകരം എൻ്റെ വിഷയം കൊണ്ടുവന്നിട്ട് ഗോപാലകൃഷ്ണൻ്റെ വിഷയം താത്തി ഗോപാല സ്നേഹികളാണ് പലരും. ആ ഗോപാലൻ്റെ പരശുരാജാവിനെ രക്ഷിക്കാൻ എന്നെ ഇങ്ങനെ പൊക്കി എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ചാനലുകൾ ദയവ് ചെയ്ത് എന്നോട്, പാവപിടിച്ച ഈഴവ സമുദായത്തോട് നിങ്ങൾ ക്രൂരത കാട്ടിക്കരുത്. ഞങ്ങൾ എന്നും ശബരിമലയിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ തന്നെ പള്ളി കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ പള്ളി കെട്ടാൻ കൂട്ടുന്നവരല്ല ഞങ്ങൾ. നിലയ്ക്കൽ അങ്ങനെ എന്നും മതസൗഹാർദ്ദത്തിന് മാതൃകാപരമായി പ്രവർത്തിച്ച പാരമ്പര്യമാണ് SNDP യോഗത്തിലുള്ളത്. അവരുള്ളത് പറയുമ്പോൾ അതിനെ വിദ്വേഷപരമായി കാണാതെ ഞങ്ങളുടെ സങ്കടവും ദുരിതവും പരസ്യമായി പറയുമ്പോൾ അതിനുള്ള സത്യാവസ്ഥ അപഗ്രഥിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ കുറവുകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വിദ്യാഭ്യാസപരമായുള്ള നീതി നിഷേധത്തെപ്പറ്റി ഒന്ന് പറയുമ്പോൾ അത് ശരിയുണ്ടോ തെറ്റുണ്ടോ നിങ്ങൾ നോക്ക്. എന്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മലപ്പുറത്ത് ഒരു കുടിപ്പള്ളിക്കുളം പോലും ഇത്ര നാളത്തെ ജനാധിപത്യ ബന്ധത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈഴവൻ്റെ രക്തം തിളക്കിയല്ലേ? ഉള്ളവനെല്ലാം കൊണ്ടുപോയില്ലേ? ഒരു ഭാഗം മുഴുവൻ കൊണ്ടുപോയില്ലേ? മുസ്ലിങ്ങൾക്ക് ഒറ്റ കോളേജേ ഉള്ളൂ, NSS ഒരു കോളേജേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ കോളേജിൻ്റെ എണ്ണം നോക്കുക നിങ്ങൾ. 11, 6, 17 എണ്ണം. എത്രയോ സ്കൂളുകളാണ്. അപ്പോൾ പോലും വിളിച്ച് ബാ സഹോദര നമ്മളെല്ലാം ഒന്നിച്ച് പോരല്ലേ, ഒരു +2 തന്നേക്കാം എന്ന് കണ്ട് തന്നില്ലല്ലോ സുഹൃത്തെ. ഇത് ഞാൻ പറയുമ്പോൾ മതവിദ്വേഷം തകർക്കലാണോ? ഈ സമുദായത്തിൻ്റെ വേദനയും ദുഃഖവും പ്രയാസവും ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, മാധ്യമങ്ങളോട് പറയുകയാണ്, മുസ്ലിം സഹോദരന്മാരോട് പറയുകയാണ്. ഞങ്ങളോട് ദയാരൂപമായ സമീപനം കാണിക്കണം. ഇല്ലാത്തവനെ കൂടി ഇല്ലാത്തവനെ കൂടി കൊടുത്ത് ഉള്ളവരോടൊപ്പം ഉയർത്തുവാൻ സാധിക്കണ്ടേ? നബി പറഞ്ഞ എന്താണ്? ക്രിസ്തു പറഞ്ഞതാണ്. ഇതെല്ലാം ആ വചനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കാനും ഇല്ലാത്തവനെ വളർത്താനും ഉയർത്താനും ശ്രമിക്കുന്നതിന് പകരം ഈഴവ സമുദായത്തിനെ വിമർശിച്ചുകൊണ്ടും സമുദായ നേതാവിനെ വർഗീയവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് തകർത്ത് ചവിട്ടി മെതിച്ച് നശിപ്പിക്കാനും ശ്രമിക്കുന്ന ശക്തികൾ കാലങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവരോട് ആരോടും എനിക്കൊരു വിദ്വേഷമില്ല, ഒരു മുസ്ലിങ്ങളോട് വിദ്വേഷമില്ല. മുസ്ലിങ്ങളോട് വിദ്വേഷപരമായ ഒന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. പറയാത്തതും പറയുന്നതും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈഴവ സമുദായത്തെ SNDP യെയും തകർക്കാൻ നോക്കുന്ന ശക്തിയുടെ ലക്ഷ്യം എന്തെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾക്ക് ഞാൻ കൂട്ടു നിൽക്കാതെ വന്നപ്പോൾ എന്നെ തകർക്കുക, എൻ്റെ സംഘടനയെ തകർക്കുക എന്ന ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ മുസ്ലിം നേതൃത്വം ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എതിർക്കാൻ സാധിക്കുമോ? ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. മലപ്പുറം രാജ്യം എന്ന പരാമർശം എന്ന് പറഞ്ഞാൽ വിവാദമായി. മലപ്പുറത്ത് 56% മുസ്ലിങ്ങളുണ്ട്. ആലപ്പുഴയിൽ ഏകദേശം 60% മുസ്ലിം ഹിന്ദുക്കളാണ്. ഇതിൽ ആലപ്പുഴ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണെന്ന് മറ്റാരെങ്കിലും പറഞ്ഞാൽ അതിനോട് എങ്ങനെ തോന്നുന്നു? കാരണം രാജ്യം നമ്മളതിൻ്റെ വിവേചനം കാണിച്ചിട്ടില്ലല്ലോ. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് ആ പറഞ്ഞ സന്തോഷമല്ലേ. എന്നിട്ട് നമ്മളിവിടെ നീതിയല്ല കാണിക്കുന്നത്. ഈ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും നമ്മളിവിടെ മുസ്ലിമിനെ MLA ആക്കിയില്ലേ, മുസ്ലിമിനെ MP ആക്കിയില്ലേ? അപ്പോൾ നമുക്ക് അഭിമാനമില്ല അതിനകത്ത്, ഒരപമാനമില്ല. അപ്പം നമ്മുടെ മതേതര ചിന്തയാണ് പൂർത്തി കാണിക്കാൻ നമുക്ക് സാധിക്കും. വർഗീയ വിവാദ പരാമർശങ്ങളിൽ ന്യായീകരണം നടത്തുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ലീഗാണ് തന്നെ ഈ വിധത്തിൽ ചിത്രീകരിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്.